അപ്പൊ ഈ റേഷ്യോ അനാലിസിസ് ആയിട്ട് ബന്ധപ്പെട്ടേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഒക്കെ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് ഷീറ്റിന്റെ പഴയ ഫോർമാറ്റ് അല്ല, കമ്പനി ആണെങ്കിൽ ഇൻഡേഴ്സ് അനുസരിച്ചിട്ട് വരയ്ക്കേണ്ട സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും പിന്നെ ബാലൻസ് ഷീറ്റും ആണ്. അപ്പൊ എന്താ അതിന്റെ ഫോർമാറ്റ്? സീരിയൽ നമ്പർ, പെർട്ടിക്കുലർ, നോട്ട് നമ്പർ, എമൗണ്ട്. ആദ്യം റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ഇതാ കമ്പനിയുടെ ഡേ ടു ഡേ ഓപ്പറേഷൻ എന്നുള്ള ഒരു വരുമാനമാണ്. അതർ ഇൻകം എന്ന് വെച്ചാൽ ഡേ ടു ഡേ ഓപ്പറേഷൻസ് അല്ലാതെ കമ്പനിക്ക് കിട്ടുന്ന വരുമാനമാണ് അതർ ഇൻകം. അത് കൂട്ടുക, ടോട്ടൽ ഇൻകം. ഇനി എക്സ്പെൻസസ്, അതിൽ ഒരു കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമർ. അത് റോ മെറ്റീരിയലിന്റെ കേട്ടോ, ആ റോ മെറ്റീരിയലിന്റെ കാണിക്കേണ്ടത്. റോ മെറ്റീരിയൽ എത്ര കണ്ട് നമ്മൾ കൺസ്യൂം ചെയ്തു, റോ മെറ്റീരിയൽ എത്ര കണ്ട് കൺസ്യൂം ചെയ്തു, അതാണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമർ കാണിക്കുന്നത്. ഇനി പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, അത് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ഫിനിഷ് ഗുഡ്സിന്റെ പർച്ചേസ് ഉണ്ടെങ്കിൽ അത്. ഇനി അതുപോലെ ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ് ഓഫ് ഫിനിഷ് ഗുഡ്സ്. അപ്പൊ ഇതൊക്കെ നാലാമത്തെ ഹെഡിങ്ങിലായിരുന്നു ഒന്നുകൂടി കാണിച്ചത്. എക്സ്പെൻസസ് എന്നുള്ള നാലാമത്തെ ഹെഡിങ്ങിലായിരുന്നു ഇതൊക്കെ വന്നത്. ആദ്യം കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, പിന്നെ പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, അതിന്റെ ബാക്കിയാണ് ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ് ഓഫ് ഫിനിഷ് ഗുഡ്സ്, സ്റ്റോക്ക് ഇൻ ട്രേഡ് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഇവിടെ റോ മെറ്റീരിയലിന്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസ് സ്റ്റോക്കും നമ്മളെ വ്യത്യാസം കാണിക്കണ്ട. വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ഫിനിഷ് ഗുഡ്സിന്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസ് സ്റ്റോക്കും തമ്മിലുള്ള വ്യത്യാസം. ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടിയ പ്ലസ്, ക്ലോസ് സ്റ്റോക്ക് കൂടിയ മൈനസ്. ഇനി എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്, അത് എംപ്ലോയീസിന്റെ വേജസ്, സാലറി, അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ ഫിനാൻസ് കോസ്റ്റ്, അത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ, അതുപോലെ തന്നെ ലീസിന് പ്രോപ്പർട്ടി വാങ്ങിച്ച ലീസ് റെന്റ്, അതെല്ലാം. പിന്നെ ഡിപ്രിസിയേഷൻ, ഫിക്സഡ് അസറ്റിന്റെ അമോർട്ടിസേഷൻ എക്സ്പെൻഡിച്ചർ, അത് ഇൻടാഞ്ചിബിൾ അസറ്റിനും ഡിപ്രിസിയേഷൻ ആണ് അമോർട്ടിസേഷൻ എന്ന് വെച്ചാൽ. അതർ എക്സ്പെൻഡിച്ചർ, ബാക്കിയുള്ള എക്സ്പെൻഡിച്ചർ എല്ലാം കാണിക്കണം. ഇപ്പൊ GST ഒക്കെ ഈ അതർ എക്സ്പെൻഡിച്ചറിൽ വരും. ഇനി അങ്ങനെ കൂട്ടുമ്പോ ടോട്ടൽ എക്സ്പെൻസസ് ഫോർ കിട്ടും. ആ ടോട്ടൽ എക്സ്പെൻസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എഴുതേണ്ട പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, ടാക്സിന് മുന്നുള്ള പ്രോഫിറ്റ്. പിന്നെ കാണിക്കേണ്ട ടാക്സ് കാണിക്കുക. അത് 2 ടാക്സ് വരും, കറന്റ് ടാക്സും വരും, ഡെഫേർഡ് ടാക്സും വരും. ആ 2 ടാക്സും കഴിഞ്ഞ ബാക്കിയുള്ള പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഇതൊരു സിമ്പിൾ ഫോർമാറ്റ് കാണിച്ചിരിക്കണം കേട്ടോ. പിന്നെ അതർ കോംപ്രഹെൻസീവ് ഇൻകം, അത് വല്ലതും ഉണ്ടെങ്കിൽ അത് കാണിക്കുക. എന്നിട്ട് ടോട്ടൽ കോംപ്രഹെൻസീവ് ഇൻകം ഫോർ ദ പീരീഡ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും അതർ കോംപ്രഹെൻസീവ് ഇൻകം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ കോംപ്രഹെൻസീവ് ഇൻകം ഫോർ ദ പീരീഡ്. ഓക്കെ. ഇനി ഏണിംഗ് പെർ ഷെയർ, അത് ബേസിക്കും കാണിക്കണം, ഡൈലൂട്ടറും കാണിക്കണം. അപ്പോ ഈ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ, അതാണ് ജസ്റ്റ് ഒരു സിംപ്ലിക്കേഷൻ. വ്യത്യാസമുണ്ട് ബേസിക്കിനും ഡൈലൂട്ടറിനും. അങ്ങനെ നിങ്ങൾ ഏണിംഗ് പെർ ഷെയർ കണ്ടുപിടിക്കുക. അപ്പൊ ഇതാണ് ഏകദേശം സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഫോർമാറ്റ്. ഇൻഡെക്സ് അനുസരിച്ച് റേഷ്യോ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരമുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് വരയ്ക്കേണ്ടത്, അതിന്റെ ഫോർമാറ്റ്. അടുത്ത ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ്. ഇൻഡെക്സ് അനുസരിച്ച് എന്താണ് ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ്? പഴയ ഫോർമാറ്റ് അല്ല, പുതിയ ഫോർമാറ്റ് ആണ്. സീരിയൽ നമ്പർ, പെർട്ടിക്കുലർ, നോട്ട് നമ്പർ, എമൗണ്ട്. ആദ്യം അസറ്റ്, അതിൽ നോൺ കറന്റ് അസറ്റ്, അതില് പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെന്റ്, ഫിക്സ്ഡ് അസറ്റുകളൊപ്പം അങ്ങനെ വിളിക്കാം. പിന്നെ ഗുഡ് വിൽ, പിന്നെ കറന്റ് അസറ്റ്, അതില് ഇൻവെന്ററീസ്, ട്രേഡ് റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ബാങ്ക് കേട്ടോ. പിന്നെ കൂട്ടി കാണിക്കുക. അപ്പൊ ടോട്ടൽ അസറ്റ് കിട്ടും. ഇനി അടുത്ത ലാബിലിറ്റീസ് ആണ്. അപ്പൊ അതിന്റെ അഡിങ്ങനെ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ് എന്നാ. ആദ്യം ഇക്വിറ്റി, അതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പിന്നെ അതർ ഇക്വിറ്റി. ഈ അതർ ഇക്വിറ്റിയിലാണ് റിസോഴ്സ്, സർപ്ലസ്, പ്രൊവിഷൻ ഒക്കെ അതിലെ വരിക കേട്ടോ. പിന്നെ ലാബിലിറ്റീസ്, അതിലാദ്യം നോൺ കറന്റ് ലാബിലിറ്റി, ഡിബഞ്ചർ വരാവുന്നതാണ്. അടുത്ത കറന്റ് ലാബിലിറ്റി, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഡിബഞ്ചർ ഇൻട്രസ്റ്റ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, പ്രൊവിഷൻസ്. തന്നെ എന്നിട്ട് കൂട്ടുമ്പോൾ ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ് കിട്ടും കേട്ടോ. ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ് അത് കൂട്ടുമ്പോൾ അങ്ങനെ കിട്ടാം. ടോട്ടൽ ഇക്വിറ്റി ആൻഡ്
ലയബിലിറ്റീസ്. ഇതാണ് സിമ്പിൾ ഫോർമാറ്റ് ബാലൻസ് ഷീറ്റിന്റെ. നമുക്ക് റേഷ്യോ അനാലിസിസ് ആകുമ്പോൾ വലിയ ഐറ്റംസ് വരില്ല, ഇതിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഐറ്റംസ് വരുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് പ്രോഫിറ്റ് ലോസും ബാലൻസ് ഷീറ്റും വരയ്ക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് പ്രോഫിറ്റബിലിറ്റി റേഷ്യോയുടെ ഏകദേശം പഠിച്ചു. അതിന്റെ പ്രധാനപ്പെട്ട റേഷ്യോസ് ഇനി പഠിക്കാണ്ട് അത് നോക്കുക. അത് എക്സ്പെൻസസ് റേഷ്യോ, അതിൽ ആദ്യം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റേഷ്യോ. അതിന്റെ ഇക്വേഷൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അതുപോലെ അടുത്ത ഒരു റേഷ്യോ ആണ്, അത് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചറും നെറ്റ് സെയിൽസ് തമ്മിലുള്ള റേഷ്യോ. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അടുത്ത ഈ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസും നെറ്റ് സെയിൽസ് തമ്മിലുള്ള റേഷ്യോ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അടുത്ത ഫിനാൻസ് എക്സ്പെൻഡിച്ചറും നെറ്റ് സെയിൽസ് തമ്മിലുള്ള റേഷ്യോ ഫിനാൻസ് എക്സ്പെൻസ് റേഷ്യോ. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട റേഷ്യോയിൽ ഒന്നാണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. കേട്ട് കാണും, നെറ്റ് പ്രോഫിറ്റും നെറ്റ് സെയിൽസ് തമ്മിലുള്ള റേഷ്യോ ആണ്. ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ അത് ഒന്നുകിൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിരിക്കും. അത് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അതിന്റെ ഐഡിയൽ റേഷ്യോ 5:10 ആണ്. ഇനി ഓപ്പറേറ്റ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് നെറ്റ് പ്രോഫിറ്റ് കാണാൻ നിങ്ങൾ ഓപ്പറേറ്റ് നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ നോൺ ഓപ്പറേറ്റ് ഇൻകം കൂട്ടുക, എന്നിട്ട് നോൺ ഓപ്പറേറ്റ് എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്യുക. അടുത്ത റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ, അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ആൻഡ് ഇക്വേഷൻ ഓപ്പറേറ്റ് നെറ്റ് പ്രോഫിറ്റ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് മൾട്ടിപ്ലൈഡ് ബൈ 100. ഒരു ഇക്വേഷൻ. ഈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയ്ഡോ അല്ലെങ്കിൽ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയ്ഡോ ആയിരിക്കും. അധിക സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആണ്. ഇത് രണ്ടും കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻ കേട്ടോ. ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയ്ഡും അതുപോലെ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയ്ഡും കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻ ആണ്. ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് വെച്ചാൽ ഫിക്സ്ഡ് അസറ്റ് പ്ലസ് കറന്റ് അസറ്റ്. നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് വെച്ചാൽ ഫിക്സ്ഡ് അസറ്റ് പ്ലസ് കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി, ആ ഇക്വേഷൻ. അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് പ്ലസ് ഡിബഞ്ചർ പ്ലസ് അതർ ലോങ് ടേം ലോൺ. അതിന് ഇഫക്റ്റീവ് അസറ്റും അക്യുമുലേറ്റഡ് ലോസും മൈനസ് ചെയ്യണം. ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡ് 15% ആണ് കേട്ടോ. ഇതിന്റെ സ്റ്റാൻഡേർഡ് 15% ആണ്. അപ്പോ ഇതിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടു. അതിൽ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അതിൽ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഈ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് എന്ന വാക്കിന് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് കൂടി വിളിക്കുക കേട്ടോ. ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റിന് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇക്വേഷൻ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു 100 അങ്ങനെ ആവാം. ഓക്കെ, ഇനി മറ്റൊരു ഇക്വേഷൻ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അതിന്റെ ഇക്വേഷൻ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ബട്ട് ബിഫോർ പ്രിഫറൻസ് ഡിവിഡൻഡ്, പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇതിന് മുന്നേ നമ്മൾ കണ്ട കാര്യമാണ്. അതിൽ വരിക ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ്, സർപ്ലസ് എല്ലാം കൂട്ടിയിട്ട് അക്യുമുലേറ്റഡ് ലോസസും ഫിക്റ്റീഷ്യസ് അസറ്റും മൈനസ് ചെയ്യാം. അപ്പൊ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അതിന്റെ ഇക്വേഷൻ നേരത്തെ കണ്ട് നമ്മൾ. അതിന്റെ ഒരു ഐഡിയൽ റേഷ്യോ എന്ന് വെച്ചാൽ ഹയർ റേഷ്യോ വരുമ്പോൾ ബെറ്റർ യൂട്ടിലൈസേഷൻ ഓണേഴ്സ് ഫണ്ടും ഹയർ പ്രൊഡക്ടിവിറ്റിയും ആണ് കേട്ടോ. ഇനി റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ മറ്റൊരു ഇക്വേഷൻ, മറ്റൊരു റേഷ്യോ. അത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കേട്ടോ. നേരത്തെ കണ്ട എന്തായിരുന്നു? നേരത്തെ കണ്ട റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ്. ഇവിടെ വരുമ്പോ ചേഞ്ച് ചെയ്തു. ഇവിടെ വരുമ്പോ എന്തായി? ഇവിടെ വരുമ്പോ റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. ഇതാണ് നമ്മളെ വ്യത്യാസം. നിങ്ങൾ വളരെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. നേരത്തെ ഉള്ളത് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും എടുക്കും. ഇനി റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് വരുമ്പോ അവിടെ എടുക്കേണ്ടത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് മാത്രമാണ്. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
ഇനി മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ, ഈ ഷെയറിന്റെ സ്റ്റോക്കിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, മാർക്കറ്റിൽ വിൽക്കുന്ന സെക്യൂരിറ്റിയാണ് ഷെയർ സ്റ്റോക്ക്, അതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റേഷ്യോ ആണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. അതിൽ ഏറ്റവും ആദ്യത്തെ റേഷ്യോ ഏണിംഗ് പെർ ഷെയർ. ഒരു ഷെയറിന്റെ മേലെ എന്ത് ഏണിങ്സ് കിട്ടുന്നുണ്ട്, അതാണ് ഏണിംഗ് പെർ ഷെയർ. അത് കൂടിയ മാർക്കറ്റ് വാല്യൂ, ഇക്വിറ്റി ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ കൂടും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. അപ്പൊ EPS നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ഈ ഇക്വിറ്റി ഷെയർ മാർക്കറ്റിൽ വിൽക്കുന്നത്. അതിന്റെ ഇക്വേഷൻ നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വെച്ചാൽ നെറ്റ് പ്രോഫിറ്റ് മൈനസ് ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. ടാക്സ് എന്ന് വെച്ചാൽ ഇൻകം ടാക്സ്. മറ്റൊരു റേഷ്യോ ഡിവിഡൻഡ് പെർ ഷെയർ, ഒരു ഷെയറിന്റെ മേലുള്ള ഡിവിഡൻഡ്. അതിന്റെ ഇക്വേഷൻ ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. മറ്റൊരു റേഷ്യോ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. അതിന്റെ ഇക്വേഷൻ ഡിവിഡൻഡ് പെർ ഷെയർ ഓൾ ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട റേഷ്യോ ആണ് റിട്ടൻഷൻ റേഷ്യോ. അത് 1 മൈനസ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. വളരെ ഇമ്പോർട്ടന്റ് റേഷ്യോ ആണ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ. ഇത് കമ്പനിയുടെ പെർഫോമൻസിന്റെ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ആണ്. ഇത് കൂടിയ നല്ല പെർഫോമൻസ് ആണ്, താഴേക്ക് വന്ന പെർഫോമൻസ് മോശമാണ്. ഇതിന്റെ ഒരു ഇക്വേഷൻ എന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ. ഇനി നമ്മൾ ഈ റേഷ്യോ അനാലിസിന്റെ അവസാന ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ അമേരിക്കയിലത്തെ ഒരു കമ്പനിയാണ് ഡുപോണ്ട് കമ്പനി. അവര് ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്ത ഘടകങ്ങളെ യോജിപ്പിച്ചുകൊണ്ട്. ആ ചാർട്ടാണ് ഡുപോണ്ട് ചാർട്ട്. ആ ചാർട്ട് നോക്കുക. അതോടെ ചാപ്റ്ററിലത്തെ തിയററ്റിക്കൽ പോർഷൻ അവസാനിക്കുകയാണ്. അപ്പൊ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് വെച്ചാൽ അത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ മൾട്ടിപ്ലൈഡ് ബൈ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാണുന്ന ഇക്വേഷൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബൈ സെയിൽസ്. ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കാണുന്ന ഇക്വേഷൻ സെയിൽസ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അതിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വെച്ചാൽ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് വെച്ചാൽ ഫിക്സഡ് അസറ്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ. അതിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി. അപ്പൊ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ വന്നു എന്ന് കാണിക്കുന്ന ഒരു ചാർട്ടാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.